ആന്റി തൽക്കാലം ഒരു തീരുമാനവും എടുക്കുന്നില്ല. ആദ്യം ആന്റിയുടെ ടൈം ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നറിയണം. ആന്റി, നമുക്കേ നാളെ ഒരു ജോത്സ്യനെ പോയിന്ന് കാണാം. ബാക്കിയൊക്കെ അതിനുശേഷം തീരുമാനിക്കാം. പോവാം. കുറച്ചുകൂടി വിളമ്പി തെറ്റ് സുശീലേ. വേണ്ട വേണ്ട, മതി. മോന്റെ ബർത്ത്ഡേ ചെറുതായെങ്കിലും ആഘോഷിക്കണമെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. ഇന്ദ്രേട്ടന് എന്താ തോന്നുന്നത്? അത് ആഘോഷിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വിച്ചുമോന്റെ കുറ്റം കൊണ്ടൊന്നല്ലോ. അമ്മ ഇവിടെ ഇല്ലാതെ മോന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതില് ഇന്ദ്രേട്ടന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കാം ഇന്ദ്രേട്ട. അവനൊരു സന്തോഷം ആവട്ടെ. അല്ല, അമ്പലത്തിലേ വഴിപാട് നടത്തണം. നമുക്ക് ഒരുമിച്ച് പോവാം. രാവിലെ ഞാൻ പോയി ഭാനുമ്മയെ കണ്ട് അമ്പലത്തിൽ ആവശ്യമുള്ള വഴിപാട് രസീത് എടുക്കാൻ പറയാം. ആ, ഭാനുമ്മ നേരത്തെ പോയി എല്ലാം ചെയ്തോളും. നമ്മളെ മോനെ കൊണ്ട് പിന്നീട് പോയാൽ മതി. ആ, ഭാനുമയെ ഏൽപ്പിക്കുന്ന നല്ലതാ. അവർക്കറിയാം പിറന്നാളിന് എന്ത് വഴിപാടാ നടത്തണ്ടേന്നൊക്കെ. സാധാരണ അമ്മയും ഭാനുമയും കൂടി ആണല്ലോ അവനെ അമ്പലത്തിൽ കൊണ്ടുവന്നൊക്കെ. അല്ല, ഇന്ദ്രേട്ടന് അമ്മയെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഏയ്, അതിൻ്റെ കാര്യമൊന്നുമില്ല. മോൻ്റെ ബർത്ത്ഡേ ഓർമ്മിച്ച് വരികയാണെങ്കിൽ വരട്ടെ. അല്ല, അച്ഛനെ അറിയിക്കണ്ടേ? ആ, നാളെ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം. അച്ഛന് വരാനൊന്നും പറ്റില്ല. പിന്നെ രഘുവേട്ടൻ അവിടെ നിങ്ങൾ വന്ന സ്ഥിതിക്ക് അച്ഛൻ അവിടെ ഉണ്ടായല്ലേ പറ്റൂ. അനു, രഘുവും അമ്പിളിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ തമ്മിലെന്തോ കാര്യമായിട്ടുള്ള ഉടക്കിലാണെന്ന് വിനയം പറഞ്ഞു. ആ, അത് പിന്നെ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും തമ്മിൽ കൂടെ കൂടെ ഉണ്ടാവുന്ന തന്നെ. കുറച്ചു ദിവസം പിണങ്ങി നിന്ന ശേഷം രണ്ടാൾക്കും പരസ്പരം കാണാതെയും മിണ്ടാതെയും നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോ അവര് രണ്ടാളും വീണ്ടും ഒരുമിക്കും. അല്ലാതെ വേറെ സീരിയസ് വിഷയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ വിനയനെല്ലാം പെരുപ്പിച്ച് പറയും. അതറിയാവുന്നതുകൊണ്ടാ ഞാൻ നിന്നോടൊന്നും ചോദിക്കാറുന്നത്. ഇല്ല ഇന്ദ്രേട്ടാ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ വിനയന് നുണ പറയുന്ന ശീലം ഉണ്ടല്ലോ. എന്നാ നമുക്ക് കിടന്നാലോ? രാവിലെ എഴുന്നേക്കണ്ടല്ലേ? കിടക്കാം, വാ. ആ, രാവിലെ ഭാനുമ്മയുടെ അടുത്ത് പോകുന്ന കാര്യേ നീ എന്നെ ഒന്ന് ഓർമ്മിച്ചേരുന്നേ. ആ ശരി, ഞാൻ ഓർമ്മിപ്പിച്ചോളാം. ഭാവി, എന്താ നോക്കുന്നേ? എന്നാലും സുശീലാന്റി എങ്ങോട്ടായിരിക്കും ചേച്ചി പോയെ? വീണ്ടും അനുചേച്ചിയെ കുരുക്കാൻ അവരെന്തെങ്കിലും കാണിച്ചു കൂട്ടോ? അവരിനി എന്ത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല മോളെ. ഇന്ദ്രേട്ടനും വീട്ടുകാരും മൊത്തം അനുചേച്ചിയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ചേച്ചിക്കിനി ഒന്നും പേടിക്കാനില്ല. അല്ലെങ്കിലും അനുചേച്ചിക്ക് ഇപ്പൊ അവരെ പേടിയൊന്നുമില്ലെന്നുള്ളതാ സത്യം. ലച്ചുമോൾ ഇറങ്ങി വെച്ചി. അവള് മരുന്ന് കൊടുത്തിട്ട് കുടിച്ചോ? ആ, നിർബന്ധിച്ച് കുടിപ്പിച്ചു. അതിനുശേഷം അവൾ ഉറങ്ങിയത്. രഘുവേട്ടനും വിനയേട്ടനും കിടന്നു ചേച്ചി? ആ, അവര് ഹാളിൽ പാവിരിച്ച് കിടന്നു. വിനയൻ മുമ്പും അങ്ങനെ കിടന്നിട്ടുള്ളത് കൊണ്ട് അവന് കുഴപ്പമൊന്നുമില്ല. ആ എടി, നീ പോയി ലച്ചുമോളടുത്ത് കിടന്നോ. ഇവിടെ കിടന്നാലേ നിനക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കുഴപ്പമില്ല ചേച്ചി, ഞാനിവിടെ കിടന്നോളാം. അമ്പിളി ചേച്ചി മോളുടെ അടുത്ത് പോയി കിടന്നോ. അതെ ചേച്ചി, ലച്ചുമോക്ക് വയ്യാത്തതല്ലേ. മോൾ ഉണർന്നു കഴിയുമ്പോ അമ്മയെ കണ്ടില്ലെങ്കിൽ പേടിക്കും. എടി, അപ്പൊ മഞ്ചാടി എന്നെ വിളിച്ചാ പോരെ? നീ അങ്ങോട്ട് ചെല്ലും മഞ്ചാടി, അതാ നല്ലത്. എന്റെ ചേച്ചി ഒന്ന് പറയുന്ന കേക്ക്. എനിക്കിപ്പോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ? ചിരു, ചേച്ചി കുറെ ദിവസമായില്ലേ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുന്നു. ഇന്നത്തെ ദിവസം മോളുടെ കൂടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അതാ ചേച്ചി നല്ലത്.
ഓ ഓ എനിക്ക് ഇടയ്ക്ക് എഴുന്നേക്കാനൊന്നും ഒരു മടിയില്ല. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.